ഹലോ ഗായ്സ്, അപ്പം എനിക്ക് എന്നിട്ടുള്ള പണിയെന്ന് വെച്ചാൽ എഗ് സാൻഡ്വിച്ച് ആക്കാൻ കേട്ടോ. പിന്നെ റമദാനായ പിന്നെ എഗ്ഗ് വിട്ട് ഒരു കളിയില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് പണിയായിട്ടുള്ള എഗ്ഗ് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ 4 സൈഡ് നമ്മൾ മൈദ ഒന്ന് തേച്ചെടുക്കണം. ബിക്കോസ് നമ്മൾ ഈ മസാലയ്ക്ക് വെക്കുമല്ലോ, അത് കാണിച്ചു. അതായത് ഈ മസാലയ്ക്ക് വെച്ച് അതിനകത്തേക്ക് 2 സ്ലൈസ് എഗ്ഗും വെച്ചെടുക്കാം. അപ്പോൾ ഈ 2 ബ്രെഡും തമ്മിലൊരു കണക്ഷൻ വേണം ഗൈസ്, അതിന് വേണ്ടിയിട്ട് കേട്ടോ അത് തേച്ചെടുത്തിന്. പിന്നെ കുറച്ച് ബട്ടറൊക്കെ തേച്ചെടുക്കാം. പിന്നെ അങ്ങനെ ഞാൻ അത് രണ്ടും അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. സോ പിന്നെ ആണെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിൽ വെക്കാം, സാൻഡ്വിച്ച് റെഡി ആവും ഗൈസ്, ഡോണ്ട് വറി. അങ്ങനെ എല്ലാം ഞാൻ ഇത് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഗൈസ് ഉള്ളി വടയൊക്കെ ഇടുമ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ കട്ടപ്പാൽ കുത്തിപ്പട്ടിക്കലാണ് ഗൈസ്, ജ്യൂസ് അടിക്കാൻ വേണ്ടാന്ന്. അങ്ങനെ ജ്യൂസൊക്കെ സെറ്റാക്കി പിന്നെ ആണെങ്കിൽ ടേബിളെല്ലാം ഞാൻ നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വടിയും സാൻഡ്വിച്ചിൻ്റെ റോളും അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിന്. അപ്പോൾ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ നീതിൻ്റെ കുറേ കലാവിരുദ്ധൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഓഫാക്കി അവൾ വാട്ടർ ക്യാൻഡിലൊക്കെ ആക്കി. പിന്നെ അതിൻ്റെ ഷോ ആണ് ഇറക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തറാവൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം റൊട്ടിയും പിന്നെ മുട്ടനെ കൊണ്ടുണ്ടാക്കി എന്തോ ഒരു സാധനം ഉണ്ടായിനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ള ഗൈസ്, ബൈ ബൈ.